ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് രേവതിയുടെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗാർഹിക പീഡനത്തിനെതിരെ വേണം നമ്മൾ കേസ് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് അത് തന്നെ മോളെ അങ്ങനെ തന്നെ കൊടുക്കണം. കാര്യം വെച്ചാൽ ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള എല്ലാവരും പേർക്കും നമുക്ക് കേസ് കൊടുക്കണം. എന്തിനാ പാവം പിടിച്ചിരിക്കുന്ന ആ മുത്തശ്ശി ഉണ്ടല്ലോ അവരെ വരെ നമ്മൾ ചേർത്ത് വേണം കൊടുക്കാൻ. ഇല്ലേ അവർക്ക് നല്ലതുപോലെ കൊള്ളത്തുള്ളൂ. അപ്പം നമ്മൾ ചോദിക്കുന്ന പൈസ അവരാണെങ്കിൽ തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ജയനെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശൻ നയനെയാണെങ്കിലും ഇങ്ങോട്ട് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ജയൻ പറയുന്നുണ്ട് ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അനാമിക വീണ്ടും കൊണ്ട് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് മോളെ. അതിനിപ്പം ദേവ്യാനിയുടെ പേരിലാണെങ്കിലും നയനയുടെ പേർക്കാണെങ്കിലും അതുപോലെ തന്നെ ആദർശിൻ്റെ പേർക്കും അച്ഛൻ്റെയും അമ്മയുടെയും പേർക്ക് വരെ അവൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ നയനയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ മുത്തശ്ശിയും പുറത്ത് പോയിട്ടാണെങ്കിൽ അവരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിലും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചായിട്ടാണല്ലോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.